Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലോ ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫേസ് സ്ക്രബ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കോഫി പൗഡർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൊണ്ട് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ റോസ് വാട്ടറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളം എടുക്കാം, ഇല്ലെങ്കിൽ പാല്, തൈര്, ഇതും ഇല്ലെങ്കിൽ തക്കാളി നീരൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1-2 തുള്ളി നാരങ്ങ നീരും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുന്നില്ല, കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ നാരങ്ങ നീരില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചേർക്കാത്തത്. നാരങ്ങ നീരിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫേസ് ഒരു ബ്ലീച്ച് ചെയ്തതുപോലെ എഫക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ റോസ് വാട്ടർ ഇച്ചിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കുക. ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരാൻ വേണ്ടിയാണ് 5 മിനിറ്റ് വെക്കാൻ ഞാൻ പറഞ്ഞത്. നമുക്ക് ഫേസ് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് സ്ക്രബ് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റോസ് വാട്ടർ വെച്ചിട്ടാണ് ഫേസ് ഒന്ന് നനച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഫേസ് സ്ക്രബ് ഫേസിലും നെക്കിലും ഒരേ രീതിയിൽ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എൻ്റെ കൈ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സ്ക്രബ് എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷൊക്കെ എടുക്കാവുന്നതാണ്. ഇതുവരെയും സ്ക്രബ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീക്ക്ലി 2 ടൈംസ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഈ ഒരു സ്ക്രബ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 30 സെക്കൻഡ് വരെ വയ്ക്കാവുന്നതാണ്. എന്തിനാണ് 30 സെക്കൻഡ് വരെ വയ്ക്കുന്നതെന്ന് ചോദിച്ചു, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വെള്ളം എല്ലാം തന്നെ നമ്മളെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവാൻ വേണ്ടിയാണ് ഒരു 30 സെക്കൻഡ് വരെ വെക്കാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രബ് നമുക്ക് നല്ലൊരു ലിപ് സ്ക്രബായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചുണ്ടിൻ്റെ ഡാർക്ക്നെസ്സിനെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതും നമുക്ക് ആഴ്ചയിൽ 1-2 തവണ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ 1-2 തുള്ളി നാരങ്ങ നീരും കൂടി ചേർക്കുകയാണെങ്കിൽ ചുണ്ട് പൊട്ടിപ്പോയിരിക്കാനും ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലിപ് സ്ക്രബ് കൂടിയാണ്. നമുക്കിനി സ്ക്രബ് ചെയ്യാവുന്നതാണ്. സ്ക്രബിങ് സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് മാത്രം ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചസാരയുടെ തരിതിരിപ്പ് കൊണ്ട് നമ്മളെ സ്കിൻ മുറിഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം നനച്ചിട്ട് മാത്രം സ്ക്രബ് ചെയ്യുക. ഫേസിലും നെക്കിലും ഒരേപോലെ തന്നെ സ്ക്രബ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. മൂക്കിൻ്റെ സൈഡും ബ്ലാക്ക് ഹെഡ്സ് ഉള്ളിടത്തും പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. നമ്മളെ ഫേസിലും നെക്കിലൊക്കെ എവിടെയാണോ ഡാർക്കായിട്ടുള്ളത് അവിടെ മൊത്തം തന്നെ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒരു തണുത്ത വെള്ളത്തിൽ നമ്മളെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എന്തായാലും ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു തോർത്തോ അല്ലെങ്കിൽ ടവലോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒപ്പി എടുക്കുക. അല്ലെങ്കിൽ ഉരച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൻ പോറിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒപ്പി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കടലമാവാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവില്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലമാവ് വെച്ചിട്ട് കട്ടി പിടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ചൊടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ സാധാരണ വെള്ളമൊക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കിട്ടുന്നത്. ഇനി ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നമുക്ക് നന്നായിട്ട് നമ്മളെ ഫേസിലും നെക്കിലും ഒരേ രീതിയിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ ഇത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫേസിലുള്ള സൺ ടാൻ റിമൂവ് ചെയ്യാനും ഈ ഒരു പാക്ക് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 50 മിനിറ്റ്സ് വെക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നന്നായിട്ടത് ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവ് വീഴും. അത് ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറൊക്കെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക.
ഒരു 2-3 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ എൻ്റെ സ്കിന്നിലൊരു ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ കിട്ടിയതുപോലെയും ആ ഒരു സൺ ടാനൊക്കെ റിമൂവായി നല്ലൊരു ഗ്ലോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി ആയതുപോലെയൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതുവരെയും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.